ഹലോ ഗായ്സ്, ഇത് ഫ്രിഡ്ജിലിരുന്ന ചോറാണ്. ഇന്നലെ ബാക്കി വന്നതാണ്. ഇതുകൊണ്ട് ഞാനൊരു ഇടിയപ്പം ഉണ്ടാക്കി കാണിക്കാം. ഞാൻ ഈ ചോറിനെ ഇപ്പോൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാൻ പോവാം. മിക്സിയിൽ കറക്കിയെടുത്ത ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കുഴച്ചിട്ട് നമുക്ക് സേവനാഴി പിഴിഞ്ഞെടുക്കാം. ചോറ് കൊണ്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് തേങ്ങ വെച്ചിട്ടില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഇതൊന്ന് ഉലർത്തിയെടുക്കുന്ന കാരണം ഇതിനകത്ത് തേങ്ങ വെച്ചിട്ടില്ല. ഞാൻ ഈ ഒരെണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി. ഇനി നമുക്ക് ഈ അപ്പച്ചെമ്പിലേക്ക് ഇതിനെ എടുത്ത് മാറ്റി വെക്കാം. അപ്പച്ചെമ്പിലേക്ക് ആവി കയറ്റാൻ വെച്ചിരിക്കുവാണ്. ഇനി ഇതിനെ ഒന്ന് മൂടി കൊടുക്കാം. ഇപ്പോൾ ഉലർത്താനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി, പച്ചമുളക്, സബോള, ഇച്ചിരി ചിക്കൻ മസാല. ഇടിയപ്പം അടുപ്പിൽ ആവി കയറുവാണ്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഇടിയപ്പം ആയിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്ത് നമുക്ക് ഒന്ന് തണുപ്പിക്കാം. ഇടിയപ്പം ഉലർത്താനുള്ള സബോള, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഇത് ഇങ്ങനെ പകുതിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് തക്കാളി ഇട്ടാൽ മതി. ഉലർത്താനുള്ള പച്ചമുളക്, കറിവേപ്പില, സബോള എല്ലാം ഞാൻ മൂപ്പിച്ച് കൊടുക്കുക. ഇത് നന്നായി മൂത്ത് കുറച്ചൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. ഇടിയപ്പത്തിന് ഉലർത്താനുള്ള എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പത്തെ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് ഇളക്കി റെഡിയാക്കിയെടുക്കാം. ചോറ് കൊണ്ടുള്ള ഇടിയപ്പം ഉലർത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. ബാവ്, അടിപൊളിയായിട്ടുണ്ട്. ഇനിയും ഒരു കട്ടൻ ചായയുടെ കൂടെ നിങ്ങൾക്കെല്ലാം കഴിക്കാവുന്നതാണ്. ഞാനിത് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ പ്രത്യേകം എടുത്തു പറയാനായിട്ടുള്ളത്, ചോറിൻ്റെ കൂടെ നിങ്ങളൊരു 2-3 സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് വേണം മാവ് കുഴയ്ക്കാനായിട്ട്. ഞാൻ അരിപ്പൊടി ഇടാതാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ കുറച്ചൊന്ന് ശകലം ഒന്ന് കട്ടി പിടിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കൂ, നല്ലതായിരിക്കും. ചോറല്ലേ, വെറുതെ കളയണ്ട.